ആൾക്കാർക്ക് അതൊന്ന് കാണാതെ കഴിഞ്ഞ ഇപ്പൊ ഇതിന് മുന്നേ വൈഫിന്റെ ഒരു പ്രശ്നം ഞാനും അവളും ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ട് ഭയങ്കര ഇതുണ്ടായിരുന്നു. അപ്പൊ അത് ഇതുപോലെ ആൾക്കാരൊപ്പേക്കും ഞാൻ ഡ്രാമ കളിച്ചാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാന്നൊക്കെ പറഞ്ഞത്. ഇപ്പോഴും മറ്റേ വൈഫ് കുട്ടികളുടെ സ്കൂളിലേക്ക് പോയിനാണ്. ഇപ്പോഴും ആൾക്കാര് വീഡിയോന്റെ അടിയിൽ കമന്റ് ചെയ്യാനാണ് ഇവര് പ്രശ്നമായി അതായി ഇതായി അങ്ങനെ ഇങ്ങനെ. പക്ഷെ ആൾക്കാർക്ക് ഇങ്ങനെ അറിയാനുള്ളൊരു ത്വരയിരിക്കാം. ഞങ്ങൾ പിന്നെ അതിനെ പറ്റി ഒന്നും മൈൻഡ് എനിക്കറിയില്ല. നിങ്ങള് എനിക്ക് തോന്നുന്നു ഒരു 5 വീഡിയോ അടുപ്പിച്ചിട്ടിട്ട് പിന്നെ ഒരു 2 വീഡിയോ വന്നില്ലെങ്കിൽ കമന്റ് വരുന്നത് പൊന്നൂസും സുജിനും പിരിഞ്ഞോ എന്നുള്ള രീതിയില്ല. അങ്ങനെയൊക്കെയാണ്. ഞാൻ പിന്നെ ഇതുപോലെ നമ്മൾ മൈൻഡ് കാണിക്കാറില്ല. ആദ്യമായിരുന്നു ഒരു നെഗറ്റീവ് ഒരൊറ്റ കമന്റ് വന്നാൽ മതി, ആ ഒരു ഭയങ്കര ടെൻഷനായിരുന്നു. അയ്യോ ഇതെന്താണ് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ഇപ്പോന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഇതൊന്നും ഇല്ല. ഇപ്പൊ നെഗറ്റീവ് കമന്റ് ഒന്നും എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അവന്റെ ഫേസ്ബുക്ക് കമന്റ് ഒക്കെ എടുത്താൽ നോക്കിയാണല്ലോ. അല്ല, ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഈ കമന്റ്സ് വരുന്ന കൂട്ടത്തില് ന്യൂസുമായിട്ടൊരു വഴക്കുണ്ടായിരുന്ന ഒരു സമയം ഉണ്ടല്ലോ. ആ സമയത്ത് എല്ലാരും പറയുന്നുണ്ടായിരുന്നു വീട്ടിൽ തന്നെ ഉണ്ട്, വീട്ടിൽ തന്നെ ആളുണ്ട് എന്നൊക്കെ പറഞ്ഞ് കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്. ആൾക്കാർക്ക് അതില് എന്റെ കൂടെ ഓട്ടോ സ്റ്റാൻഡിലുള്ള മറ്റൊരാളുണ്ട്. അയാളാണ് മറ്റേ അവള് വീട്ടിലുണ്ട് എന്ന് പറഞ്ഞിട്ട് മറ്റേ ഇൻസ്റ്റാഗ്രാം യൂട്യൂബിൽ ട്രോളിന് ഒരാൾക്ക് വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു. അയാള് പിന്നെ അയാൾ ഞാൻ ചോദിച്ചു, ഈ വോയിസ് ഞാൻ ആ ട്രോൾ വീഡിയോയിൽ കണ്ടപ്പോ എന്റെ സ്റ്റാൻഡിൽ ഒരാളുടെ മറ്റാളാണ്. അപ്പൊ ഞാൻ ആളുടെ അടുത്ത് ചോദിച്ചു ഞാന് ഇത് നിങ്ങളെ വോയിസ് അല്ലേന്ന്. അപ്പൊ ആള് പറഞ്ഞു അല്ല, ആളല്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നമുക്ക് വോയിസ് മാത്രം തെളിവുണ്ടാകുന്നില്ല. പിന്നെ ആ വീഡിയോ ഇട്ട ആളെ കയ്യിൽ നിന്ന് തന്നെ എനിക്ക് ഇത് ആരാ അയച്ചു കൊടുത്തു എന്നുള്ളതിന്റെ ആ സ്ക്രീൻഷോട്ട് എനിക്ക് കിട്ടി. അതായത് സ്ക്രീൻ റെക്കോർഡ് വീഡിയോ, ആ വീഡിയോ ഇപ്പോഴും കയ്യിലുണ്ട്. എന്നിട്ട് ഞാൻ പിന്നെ പോയി ചോദിക്കാമെന്നാണ്. പക്ഷെ പിന്നെ അത് എന്റെ സ്റ്റാൻഡിലുള്ള ഏട്ടന്മാർക്ക് ഞാനത് അയച്ചു കൊടുത്തു. ഓനാണ് അത് പറഞ്ഞെന്ന് പറഞ്ഞിട്ട്. ആളെന്തിനാ പറഞ്ഞു വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ ആളെ പേര് പറയട്ടെ, രാജു എന്നാണ് പേര്. ഒരു കുഴപ്പമില്ല. കാരണം എന്താ പറയുക, ഇതിന് മുന്നേ ഞാൻ സ്റ്റാൻഡിൽ അതിനെ പറ്റി വർത്താണ്ടാക്കാൻ വേണ്ടി നിന്നാണ്. അപ്പൊ പിന്നെ ആള് ഇന്ന് സ്റ്റാൻഡിലേക്ക് വന്നില്ല. ഞാൻ കുറെ വട്ടം ആൾക്ക് വിളിച്ചു എനിക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആളന്ന് വീട്ടിലേക്ക് വരികയെ സ്റ്റാൻഡിലേക്ക് വരികയെ അങ്ങനത്തെ ഒന്നും ചെയ്തില്ല. ആളിപ്പോഴത് ചോദിച്ചു വന്നു കഴിഞ്ഞാൽ അത് ആളാണ് അയച്ചു കൊടുത്തതെന്നുള്ളതിന് ആളുടെ ഇൻസ്റ്റാ അക്കൗണ്ടിൽ നിന്ന് അയച്ചതിന്റെ ആ ഒരു സ്ക്രീൻ റെക്കോർഡ് കാര്യങ്ങൾ ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്, നാട്ടിട്ടുണ്ട്. അല്ല, ആള് അന്ന് നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടില്ല. ഞാന് അൻഷാദ് ഷാക്കിർ ഞങ്ങളെല്ലാരും പാടെയാണ് എന്റെ അവിടുത്തെ വീട്ടിൽ നിന്ന് ഈ വീട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടുവൊക്കെ ചെയ്തത്. പക്ഷെ അയാള് പറഞ്ഞത് അയാളുടെ കമ്പനിക്കാര് അയാള് വീട്ടിലേക്ക് വന്ന് ചെയ്തു എന്നൊക്കെയാണ് അന്ന് അയാള് പറഞ്ഞത്. ഇവരൊക്കെ നിങ്ങളായിട്ട് അത്യാവശ്യം നല്ല കൂട്ടായിട്ടിരുന്ന. അയ്യോ, ഞാൻ പറയട്ടെ, ആ ഏട്ടനും ഞാനും അത്രയും കമ്പനി ആയിരുന്നു. ആൾ എന്തിനാ അങ്ങനെ പറഞ്ഞു എനിക്കറിയില്ല. ആളെ പേര് രാജു എന്നാണ്, ആളെ ഓട്ടോന്റെ പേര് ശ്രീനന്ദൻ എന്നാണ്. ഒക്കെ ഞാൻ പറയുമ്പോ തന്നെ അല്ല, ആൾ ഒരിക്കലും ഇത് ചോദിച്ചു വരില്ല. കാരണം ചോദിച്ചു വന്നു കഴിഞ്ഞാൽ അതിന് തെളിവിന്റെ കയ്യിലുണ്ട്. അയാള് ആ ഒരു ട്രോൾ ചെയ്യുന്ന ആൾക്ക് കൂളായിട്ട് പറഞ്ഞു. കാരണം അതിന്റെ മുന്നടക്കം അയാൾ ഞാനും പാടെ ഒരു റീലൊക്കെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ പിന്നെ ഞാനത് കണ്ടീഷൻ അർച്ചീവ് ചെയ്തു. കാരണം ആള് ഞാൻ അത്രയും കമ്പനി സ്റ്റാൻഡില്. പിന്നെ അയാൾ അത് വിളിച്ചു പറഞ്ഞു, അതായത് വോയിസ് അയച്ചു, അവൻ കള്ളത്തരം കാണിക്കുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ. അതൊന്നും ആളങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് പോലും എനിക്ക് അറിയണമെന്നില്ല. ഞാൻ ചോദിക്കാൻ വേണ്ടി ആൾക്ക് കുറെ വട്ടം വിളിച്ചു. ആള് ഫോൺ എടുത്തില്ല. സ്റ്റാൻഡിലെ ഏട്ടന്മാരോട് ഞാൻ വിളിപ്പിച്ചു, ഫോൺ എടുത്തില്ല. പിന്നെ വീട്ടിലേക്ക് പോയി ചോദിക്കുന്നത് മോശമല്ലേ, ഫാമിലിയൊക്കെ ഉള്ളതല്ല. അപ്പം പിന്നെ അത് വേറെ പ്രശ്നം വെച്ചിട്ട് പിന്നെ ചോദിക്കാൻ പോയില്ല. പിന്നെ ഇതുവരെയ്ക്കും ആളിന്റെ മുന്നിലേക്ക് വന്നിട്ടില്ല, ഇതുവരെയ്ക്കും വന്നിട്ടില്ല. അല്ല, ഞാൻ പറയാ അങ്ങനെ കൂടെ വെക്കണവർ തന്നെയാണ് നമ്മളതിനെങ്ങനെ ഒരുപാട് പേര് ചതിച്ചിട്ടുണ്ടോ? ഇഷ്ടം പോലെ. അതിന്റെ പേരിൽ തന്നെ കുറെ നെഗറ്റീവ് കമന്റുകളും കുറെ പ്രശ്നങ്ങളും യൂട്യൂബിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ പറയില്ലേ, കുറെ ആൾക്കാർ ഇങ്ങനെ ചവിട്ടിത്താത്ത നോക്കുമ്പോഴും പിന്നെ അതിന്റെ ഇടയ്ക്ക് ഞാനൊന്ന് ഈ വീഡിയോസിലുള്ള കുറച്ച് കമ്മിയായപ്പോൾ ഞാനൊന്ന് കുറച്ച് കുണ്ടായിട്ടുണ്ടായിരുന്നു, ചെറുതായിട്ടൊന്ന് ലോക്കായിട്ടുണ്ടായിരുന്നു ഇങ്ങനെ. പക്ഷെ ആ സമയത്തൊക്കെയാണ് നമുക്ക് ആരൊക്കെ കൂടെ ഉണ്ട് കൂടെ ഇല്ല അതൊക്കെ ജീവിതത്തിൽ നിന്ന് പഠിക്കാൻ പറ്റിയ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ യൂട്യൂബൊക്കെ മറ്റേ പ്രൈം ടൈമിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെന്ന് അറിയുമ്പോൾ കൂടെ കൂടുന്ന ആളുകളും ഉണ്ടാവുമല്ലോ. അത് പിന്നെ ഒരു സമയത്ത് കുറച്ചുകൂടെ ഇല്ലാണ്ടായപ്പോ ഭയങ്കരമായിട്ട് ഇതായിട്ടുണ്ടായിരുന്നു. അതെന്ത് ആൾക്കാരുടെ സ്വഭാവം എങ്ങനെ നിൽക്കും എങ്ങനെ ആവും എന്നൊക്കെ നമുക്കറിയാൻ ഭയങ്കര ഇതായിരുന്നു. ഞാൻ ആ സമയത്ത് എന്റെ ഒരു വണ്ടി വിറ്റിട്ടുണ്ടായിരുന്നു. എന്റെ കയ്യിൽ ഓൾറെഡി വേറൊരു ക്രിസ്റ്റ ഉണ്ടായിരുന്നു. ഞാൻ ഷോറൂമിൽ നിന്ന് തന്നെ ഇറക്കിയ വണ്ടി, പുതിയ വണ്ടി, ഫ്രഷ് വണ്ടി. അപ്പൊ ആ വണ്ടി ഞാൻ അന്ന് ഒന്ന് വിറ്റു. അപ്പൊ ഞാൻ വിറ്റപ്പോ തന്നെ എന്റെ കൂടെ നടക്കുന്ന ആൾക്കാരൊക്കെ അവിടെയും ഇവിടെ ഒക്കെ പോയിട്ട് പറഞ്ഞൊക്കെ ഞാൻ തന്നെ അങ്ങനൊക്കെ. പക്ഷെ ഇന്ന് പിന്നെ കയ്യിലെ വണ്ടി ഉണ്ട്, വേറെ കാര്യം. വണ്ടി എത്ര വണ്ടിയാണ് ഇപ്പൊ? അല്ല, ഞാൻ പറയാ. അപ്പൊ നമ്മളൊന്ന് ചെറുതായിട്ട് നോക്കിയപ്പോഴേക്ക് കൂടെ നടക്കണവരെ അപ്പുറത്തിരുന്നിട്ട് പറയും എന്ത് അതൊക്കെ ഞാൻ തന്നെ കുറെ കേട്ടിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ കുറ്റം പറയുക. അപ്പൊ പിന്നെ യൂട്യൂബിൽ തന്നെ നമ്മളെ കൂടെ നടക്കുന്നവരെ വന്നിട്ട് ഓരോന്ന് ചെയ്യുമ്പോൾ അതിനെപ്പറ്റി കമന്റ്സ് ചെയ്യുക. അങ്ങനെ ഓരോ പ്രശ്നങ്ങളായിട്ട് കൂടെ നടക്കുന്നവരെ കുറെ കാര്യങ്ങൾ കാട്ടിയിട്ടുണ്ടായിരുന്നു. മാക്സിമം എല്ലായിടത്തും ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുക അല്ലേ? എന്റെ ശരിക്കുള്ള നാട് ഇങ്ങനെ അവിടുന്ന് മഞ്ചക്കല് പിലാക്കട് എന്നൊക്കെ പറയും. ഞാനിപ്പോ താമസിക്കുന്നത് ചെർപ്പളശ്ശേരിയാണ്. ഇപ്പൊ ഞാൻ അങ്ങോട്ടായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പൊ ഞാൻ ഇവിടെ മാത്രം. നമുക്ക് ഇപ്പൊ ഹാപ്പിയാണ്, കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല, അടിപൊളിയായിട്ട് തന്നെ പോണു. പിന്നെ അങ്ങനെ യൂട്യൂബ് ഞാൻ പറയില്ല, അങ്ങോട്ട് വിട്ടു. ഞാൻ ആദ്യം ഒരു ഫോൺ എടുത്താൽ പോലും കൂടിയും അപ്പൊ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടായിരുന്നു, പുതിയ ഫോൺ വാങ്ങി അത് വാങ്ങി ഇത് വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട്.
ഇപ്പൊ ഞാൻ പിന്നെ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലത്തെ ഒരു കാര്യം ഞാൻ യൂട്യൂബിൽ പറയില്ല. പറയാം. അത് കൂടുതൽ ശത്രുക്കൾക്ക് തോന്നുന്നു കുടുംബക്കാരും അല്ലെങ്കിൽ നമ്മളെ കൂടെ നടക്കുന്ന ആൾക്കാരൊക്കെയാണ് കൂടുതലായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഞാനത് നിർത്തി. ഞങ്ങള് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഓരോ ഗിവബോളും അങ്ങനെ ചെറിയ ചെറിയ ഓരോ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ പറയില്ല വേറെ കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു സൈഡിലൂടെ ഇങ്ങനെ നമ്മൾ ഹാപ്പി ആയിട്ട് പോണു. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളായാലും ഇന്റർവ്യൂവിന് വേണ്ടിട്ട് വിളിച്ചപ്പോഴത്തേക്ക് ആദ്യം ചോദിച്ചു ഞാൻ അതിനിപ്പോ പ്രശ്നമൊന്നും ഞാൻ ഏട്ടനോട് ചോദിച്ചത്, ഏട്ടൻ വെച്ചിന്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ സുജന ഒരു ഇന്റർവ്യൂ ഇങ്ങനെ വേണം പറഞ്ഞു. അപ്പൊ ഞാൻ ഏട്ടനോട് ചോദിക്കണൊക്കെ ചെയ്തോനെ, ഏട്ടാ ഞാൻ അതിനിപ്പോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണില്ലല്ലോ എന്ന്. കാരണം പൊതുവെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴാണല്ലോ ഞാനിപ്പോ എന്തെങ്കിലും യൂട്യൂബിൽ ചെറുതായിട്ട് എന്റെ വാക്കാലെ എന്തെങ്കിലും പഴഞ്ഞാൽ പോലും കൂടി അപ്പൊ മറ്റോരോരുത്തർ വിളിക്കും, ഒരു ഇന്റർവ്യൂ ഇങ്ങനെ വിളിക്കും. അപ്പൊ ഞാൻ ചോദിക്കേട്ടോ അതാ ചോദിച്ചത്. ഞാൻ അപ്പൊ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ഞാൻ അപ്പൊ തന്നെ ഏട്ടൻ വിളിച്ചിട്ട് വേഗം ഞാൻ മല്ലു ഫാമിലി ട്രോളിന്ന് അടിച്ചു നോക്കി യൂട്യൂബിൽ. കാരണം ഞാൻ പറഞ്ഞ എന്തെങ്കിലും വള്ളി വന്നണോന്ന് അറിയില്ലല്ലോ. പിന്നെ ഇല്ലാതെ തോന്നി. അതാ ഞാൻ വിളിച്ചപ്പോ ചോദിക്കാൻ കാരണം അതായിരുന്നു എന്ന് പറയാ. അതെ, എല്ലാവരും കൂടെ ഒന്നിച്ച് ഒരു വ്ലോഗ് ഇനി ഉണ്ടാവോ? തീർച്ചയായിട്ടും. അത് പറഞ്ഞല്ലേ മറ്റേ ഒരു തിരക്കും കാര്യങ്ങളും ആയതുകൊണ്ടാണ്. ഇപ്പൊ ആൾക്കാർക്ക് നമ്മൾ തിരക്കാന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് അറിയില്ല. പക്ഷെ നമ്മളുടേതായ ജീവിതം ഇങ്ങനെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടമായിരിക്കും. അപ്പൊ അതില് വീഡിയോ എടുത്ത് കറക്റ്റ് പോസ്റ്റ് ആക്കാനുള്ള ഒരു സമയം നമുക്ക് കറക്റ്റ് ഡെയിലി കിട്ടണില്ല. എന്തായാലും ഒരുപാട് പേര് കമന്റ് ഇടുന്നുണ്ടല്ലോ അമ്മേനെ കാണണം എന്നൊക്കെ. നമുക്ക് അമ്മേനെ വിളിക്കാം. അമ്മ അപ്പം എന്തായാലും അമ്മ വന്നിട്ടുണ്ട്. കാണുന്നവർക്കെങ്കിലും ഒരു സമാധാനം ആവട്ടെ അല്ലേ, ഒരുമിച്ചൊക്കെ കണ്ടിട്ട്. അമ്മ കമന്റ്സ് ഒക്കെ വായിക്കാറുണ്ടോ? അമ്മക്ക് ഇപ്പൊ തിരക്കാണേ. അമ്മ ഇപ്പൊ എന്താ പറയാ കാണുക. അപ്പൊ ഭയങ്കര തിരക്കാണ്. അതാണ്. അതെ, ആദ്യമൊക്കെ വായിച്ചായിരുന്നു, ഇപ്പൊ വായിക്കുന്നില്ല. ആദ്യം പറഞ്ഞാ ഞങ്ങൾ 7 മണിക്ക് വീഡിയോ ഇട്ടാ ബൈക്കിന്റെ ഇഷ്ടം ഉണ്ടായതിനു ശേഷം ഞാൻ കമന്റ് നോക്കില്ല. ഇല്ല, വേണ്ട, മടുത്തു. ആദ്യം പറഞ്ഞ 7 മണിക്ക് വീഡിയോ ഇട്ടാ ഒരു 8 മണിക്ക് ആകുമ്പോഴേക്ക് കമന്റ് നോക്കും ഞങ്ങള് ഡെയിലി. ആ സമയത്ത് എപ്പോഴും നോക്കിയായിരുന്നു. പിന്നെ ആ ഒരു നെഗറ്റീവ് കമന്റ് വന്നതിന് ശേഷമാണ് എല്ലാവർക്കും അതൊരു ഇതായി. കാരണം മറ്റേ അവഞ്ഞിപ്പോ ടെൻഷൻ ആ ഒരു സമയത്ത് ഫസ്റ്റ് ടൈം വന്നതുകൊണ്ട് ഒരു പേടിയിട്ടായിരുന്നു. പിന്നെ അതവിടെ വിട്ടു. പിന്നെ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ല. പക്ഷെ അമ്മേനെയൊക്കെ തിരക്കുന്നത് ഇഷ്ടം കൊണ്ടല്ലേ എല്ലാരും? ഇപ്പോഴും ഇവിടെ ഓരോരുത്തർ വരാറുണ്ട് കാണാന്. ഇപ്പോഴും അതുപോലെ ഓരോരുത്തർ അന്വേഷിച്ച് വരാറുണ്ട് ഇങ്ങോട്ട് വീട്ടിക്ക്. പിന്നെ അല്ലാതെ ഈ വീഡിയോ കാണുന്ന ആള് കാണാ ഇപ്പോഴും ആൾക്കാർ അറിയുകയൊക്കെ ചെയ്യാ. ഇപ്പോഴും ആൾക്കാർ തെരഞ്ഞു വരാറുണ്ട് ഇങ്ങോട്ട്. ഞാൻ ആദ്യത്തെ എന്റെ വീടിന്റെ ലൊക്കേഷൻ അത് മാപ്പിൽ വെച്ചിരുന്നു ഞാന്. അതായത് ആദ്യം ചെയ്യുമ്പോ. അപ്പൊ പിന്നെ അന്നൊരു ഒന്നും കൂടി റോഡ് സൈഡിലായിരുന്നു ഞങ്ങളെ വീട് അന്നുണ്ടായിരുന്നു. അപ്പൊ പോണവരും വരുന്നവരും ഒക്കെ വീട്ടിൽ ഇറങ്ങിയിരുന്നു. സന്തോഷം, ആൾക്കാർ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് അവിടുന്ന് മാറിയതിന് ശേഷം പിന്നെ ഇത് വീട് ആർക്കും അറിയില്ല. കാരണം ഇങ്ങോട്ട് മാറിയ ശേഷം ഞാൻ ഈ ഒരു വീടുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ വീഡിയോസുകൾ പോസ്റ്റ് ആക്കിയിട്ടില്ല യൂട്യൂബില്. അപ്പൊ ആൾക്കാർക്ക് ഈ ഒരു വീട് അറിയില്ല. പക്ഷെ എന്നാലും ഇവിടെ കല്യാണം അത് ഇതൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ആൾക്കാർ മല്ലു ഫാമിലി ഒക്കെ പറഞ്ഞിട്ട് വരാറൊക്കെ ഉണ്ട്, സംസാരിക്കാൻ കാണാറൊക്കെ ഉണ്ട്. അമ്മ എന്തുപറ്റി സൈലന്റ് ആയിട്ട് നിൽക്കുന്നത്? പെട്ടെന്ന് കുറച്ച് നാൾക്ക് ശേഷം ക്യാമറ ഒക്കെ വന്നോണ്ടാണോ? ഇപ്പൊ കൊറേ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അപ്പൊ അതിന്റെ ഒരു ഇതായിരിക്കാം. ഇച്ചിരി കഴിയുമ്പോ ഓക്കെ ആവോ?